ഡോക്ടറെ കാണാൻ പോയ ചേച്ചി തിരിച്ചു വന്നപ്പോൾ വല്ലാണ്ട് തോന്നി. എന്താണെന്ന് ചോദിച്ചാലും തോന്നിയതാ. ചേച്ചിയുടെ നേച്ചർ അറിയാവുന്നോണ്ട് മടിച്ചു. പക്ഷേ രേഖയുടെ സിസ്റ്റർ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നേയില്ല. ഷീ നെവർ ടോൾഡ് മീ. അറിഞ്ഞിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വിളിച്ചു പറയുമായിരുന്നു. ഹർ കണ്ടീഷൻ ഈസ് സോ സീരിയസ്. ഇത് ഇത്രയും നാൾ നിങ്ങളെപ്പോലും അറിയിക്കാണ്ട് എ പെക്യൂലിയർ ടൈപ്പ് ഓഫ് വുമൺ. വെരി സ്ട്രേഞ്ച്, റിയലി സ്ട്രേഞ്ച്. നേരത്തെ അറിഞ്ഞിരുന്നാലും നത്തിങ് വുഡ് ബി ഡൺ. ക്യാൻസറിന്റെ മുൻപിൽ മെഡിക്കൽ സയൻസിന് ഇപ്പോഴും വി ഹാവ് അവർ ഓൺ ലിമിറ്റേഷൻസ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ? അദ്ദേഹം സ്ഥലത്തില്ല. ഞാൻ ഐ അണ്ടർസ്റ്റാൻഡ്. ചേച്ചി ക്യാൻസറിന്റെ വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ്. റേദർ എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. എപ്പോ വേണമെങ്കിലും എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഐ സജസ്റ്റ് യു ബെറ്റർ പുട്ട് ഹർ ഇൻ എ ഹോസ്പിറ്റൽ. മെഡിക്കൽ കോളേജിലായ കൊള്ളാം. ഞാനൊരു ആംബുലൻസ് വിളിക്കാം. ഡോക്ടർ തോമസ് ആംബുലൻസ് അയച്ചിട്ടുണ്ട്. എന്ത് പ്രയോജനം? ചേച്ചി, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ചെക്ക് പ്ലീസ്. ചേച്ചി, ബിജു എന്റെ കുട്ടിക്ക് ആരെന്നുണ്ടായാൽ അവനെ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് അയക്കരുത് പോലെ. ഞാനില്ല ചേച്ചി. ഡോണ്ട് സ്ട്രെയിൻ യുവർസെൽഫ്. ശാരദ, അല്ലേ? സംസാരിക്കാതിരിക്കൂ. ഞാൻ അല്പം സംസാരിച്ചോട്ടെ ഡോക്ടർ. അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ലെങ്കിലും എന്റെ മോനോട് ഞാൻ ഒരിക്കലും സ്നേഹമായിട്ട് പെരുമാറിയിട്ടില്ല. വേണമെന്ന് വെച്ചിട്ട് തന്നെ ഉള്ളില് സ്നേഹം ഇടക്കിക്കൊണ്ട് പിണങ്ങിയും തല്ലിയും ഒക്കെ വേണമെന്ന് വെച്ചിട്ട് തന്നെ ഞാൻ എവിടെ എത്തുന്നതിന് മുമ്പ് എരിഞ്ഞു തീരുന്നു. എനിക്കറിയാം, സ്നേഹം കളിച്ചാൽ ഞാനില്ലാണ്ടാവുമ്പോൾ എന്റെ മോൻ സങ്കടപ്പെടില്ലേ? അവനൊരിക്കലും സങ്കടപ്പെടരുത്. അമ്മയെ വെറുത്തോട്ടെ. എന്നാലും ചേച്ചി, എന്താ ബിജു പറ. ആന്റി പറ. ആന്റിക്ക് എങ്ങനെ അറിയാം? ഞാൻ പറയട്ടെ. ചോക്ലേറ്റ് അല്ല. പിന്നെ എവിടെ? ചേച്ചിയുടെ മനസ്സിൽ എപ്പോഴും ബിജു ആയിരുന്നു.
എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. അതിനെന്താ, നമ്മളുണ്ടല്ലോ അവന്. വി വിൽ മേക്ക് ഹിം ബിഗ്. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ നമുക്ക് അവന് കൊടുക്കാം. ബോർഡിങ്ങിലാക്കിയാൽ അവിടുത്തെ ഡിസിപ്ലിനിൽ അവൻ മിടുക്കനായി വളരും. അവൻ കൂടി ഇല്ലാണ്ടായാൽ ഞാൻ പിന്നെ ഒറ്റയ്ക്കാവും. ഡോണ്ട് ബി സില്ലി. ഇത്തരം ചെറിയ കാര്യങ്ങളിൽ സെന്റിമെന്റിലാകരുത്. ബിജുവിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അവനെ ബോർഡിങ്ങിലാക്കാമെന്ന് വെക്കുന്നത്. ഇറ്റ് ഇസ് ഫോർ ഹിസ് ഫ്യൂച്ചർ. ജസ്റ്റ് തിങ്ക് ഓഫ് ദാറ്റ്. കം ഓൺ. വാട്ട് ഡു യു സേ, യങ് മാൻ? അവിടെ കളിക്കാൻ എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ? പിന്നെ യു ആർ ഗോയിങ് ടു ബിക്കം ദി ബിഗ് മാൻ ഇൻ ദി വേൾഡ്. അതെ, അങ്ങനെയല്ല, ഞാൻ പറയാം. ഹായ് ലിലി, കം ഹിയർ. വാ വാ വാ. പെണ്ണങ്ങ് വലുതായി പോയല്ലോ. അവളുടെ ഒരു നാണവും. നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3 ഡിഗ്രി. ഡാഡി ഉണ്ടോ അവിടെ? ഡാഡിക്ക് കോർട്ട് ഡ്യൂട്ടിയാ. ഡാഡി അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു. അന്വേഷിക്കുന്നു. അയാളെ ഞാൻ 3 തവണ ഫോൺ ചെയ്തു. ഇന്ന് വീട്ടിൽ വന്നാൽ ഓടാൻ എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പറയണം. പറഞ്ഞിട്ടുണ്ട്. അങ്കിൾ മറന്നു കാണുമായിരിക്കും. ആ പിന്നെ താൻ എന്താ ഇങ്ങോട്ട് വന്നത്? ഞാൻ ചേച്ചിയെ കാണാൻ വന്നതാ. എന്താണ് ഇത്ര വലിയ സ്വകാര്യം? അത് ഞങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള കാര്യമാണ്. ഓഹോ. ബൈ. നൈസ് ഗേൾ, ഗുഡ് മാനേഴ്സ്. Want a lift? Up to the junction. Come on, get in. Thank you. എന്ത് ചെയ്യുന്നു? ഞാനൊരു ഫോട്ടോഗ്രാഫറാ. ഇവിടെ തന്നെയാണോ? അതെ. Your name? ബാലു. ഇവിടെ എങ്ങനെ വന്ന് വിട്ടു? കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നതാ. ഒരു ഫ്രണ്ട് ബൈക്കുമായിട്ട് വരാമെന്ന് പറഞ്ഞു. ഇതുവരെ കണ്ടില്ല. ഞാനിവിടെ ഇറങ്ങിക്കോളാം. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ? പിന്നെന്താ, ഒരു റെഡി? ഓ, ജസ്റ്റ് മിനിറ്റ്. പ്ലീസ് ബി സ്റ്റഡി. താങ്ക് യു. മിസ്റ്റർ ബാലുവിന് എവിടെ ഇറങ്ങേണ്ടത്? ഞാൻ അവിടെ വിടാം. കയറി. ഇവിടുന്ന് ബസ് കിട്ടും. ഞാൻ ബസ് പോയിക്കോളാം. ഐ വിൽ ഡ്രോപ്പ് യു ദേർ. കം ഓൺ. വരട്ടെ?
ഇതാണ് എന്റെ സ്റ്റുഡിയോ. ആ ഫോക്കസ് ഗുഡ്. വരുന്നില്ലേ? പിന്നെ വരാം. താങ്ക് യു രാജു. താങ്ക് യു മാഡം. എ നൈസ് ജെന്റിൽമാൻ. എങ്ങനെ മനസ്സിലായി? അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചതല്ലാതെ എന്നെ കുറിച്ച് അയാളൊന്നും ചോദിച്ചില്ല. സോ ഹീസ് എ ജെന്റിൽമാൻ. ആരെങ്കിലും വിളിച്ചിരുന്നോ? പ്രീമിയറിൽ നിന്ന് വിളിച്ചിരുന്നു. എന്തിന്? 15-20 ഫോട്ടോ കാർഡ്സ് വേണമെന്ന് പറഞ്ഞു. ഹലോ, യെസ്, ഉണ്ടോന്ന് നോക്കട്ടെ. പ്രീമിയറിൽ നിന്ന് ഉണ്ട്, കൊടുക്കാം. ആ ജോണി വിളിക്കും. ഹലോ. ആ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അതേ, നല്ല ഡബിൾ വെയിറ്റ് മാറ്റിൽ വേണം പ്രിന്റ് ചെയ്യാൻ. 2 ദിവസം എടുക്കും. വെള്ളിയാഴ്ച വരാം. ഓക്കെ. ഇതെടുത്താ ശരി. ഇത് ഞാൻ തന്നെ പ്രിന്റ് ചെയ്തോളാം. ദാസാർ വന്നിട്ടുണ്ട്. എവിടെ? അകത്തുണ്ട്. ഒന്ന് ചിരിച്ചേ. അയ്യേ, ബോർ ബോർ. എന്ത് പണിയാടാ ദാസൻ നീ കാണിച്ചത്? എന്നെ പിക്കപ്പ് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര നേരം അവിടെ കാത്തുനിന്നു. എന്റെ നല്ല കാലത്തൊരു മനുഷ്യൻ അവിടെ കൊണ്ട് വിട്ടു. അളിയ, ഒരു അബദ്ധം പറ്റി. ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വന്നതാ. വണ്ടി ഒന്ന് സ്കിഡ് ചെയ്തു. ദേ കിടക്ക് താഴെ. ദേ കയ്യിൽ പഞ്ചർ ഒട്ടിച്ചു. ആ, അധികം വല്ലതും പറ്റൂടാ? ബൈക്കിനെ പറ്റിയതായി കമ്പയർ ചെയ്യുമ്പോ എനിക്ക് നിസ്സാര പരിക്കല്ലേ ഉള്ളൂ. നീ ആ വണ്ടി കുളവാക്കും. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം? ഹോ, ഇങ്ങനൊരു ദുഷ്ടൻ. ബൈക്ക് പോയാലും അളിയ നീ രക്ഷപ്പെട്ടല്ലോ, അത് മതി. എന്നൊരു ഫോർമാലിറ്റി എങ്കിലും ചോദിച്ചൂടെ? അവന് ബൈക്ക് പോയാലാ സങ്കടം. അകത്തോട്ട് വരാമോ എന്തോ? വേണേ കേറി വിടാം. അല്ല, രണ്ടിന്റെ ഇരിപ്പും മറ്റും കണ്ടപ്പോ വല്ല റൊമാൻസോ മറ്റോ ആണെങ്കിൽ നമ്മളായിട്ട് ശല്യപ്പെടുത്തല്ലോ എന്ന് കരുതി. അല്ല, രാവിലെ തന്നെ കിട്ടിയല്ലോ. ഉരുണ്ട് വീണതോ അതോ തല്ലുകൊണ്ടതോ? പോടാ. കാര്യങ്ങൾ ഇത്രത്തോളം സ്ഥിതിക്ക് നമുക്കതിനൊന്ന് പിടിപ്പിക്കല്ലേ ദാസേ? ആ, തനിക്കിതൊന്നും പറ്റത്തില്ലല്ലോ. ഗുളികയല്ലേ പതിവ്. വൈകുന്നേരത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സംഘടിപ്പിക്കാം. നീ കുറെ സംഘടിപ്പിക്കും. ഇന്നാളെ എന്നെ മരച്ചോട്ടി എടുത്തേച്ച് നീ ഒരു പോക്ക് പോയതാ. അത് പിന്നെ എടാ ബാലു, വല്ലവന്റെയും കയ്യിലിരിക്കുന്ന ഐറ്റം വളച്ചൊടിച്ച് നമ്മുടെ കയ്യിൽ ഒതുക്കണ്ടേ? ഇതേ ഇച്ചിരി മെനക്കേട് പിടിച്ച പണിയാ. പല പെണ്ണുങ്ങളെയും വളച്ചൊടിച്ച് ക്യാമറയുടെ മുമ്പിൽ നിർത്തി ക്ലിക്ക് എന്ന് അടിക്കുന്ന പോലെ എളുപ്പമുള്ള പണിയല്ലേ ഇത്? നീ ലാത്തി നിർത്തിയ സാധനം ഇങ്ങനെ. ഒരു സെക്കൻഡ്. അവൻ എന്ത് ചെയ്യാ കൃഷ്ണൻ ഉണ്ണി? ഓ, അവൻ വല്ല ലോകം നന്നാക്കാൻ ഇറങ്ങിയതായിരിക്കും. തോന്നുമ്പോഴല്ലേ കയറി വരൂ. ഇവിടെ ബാക്കിയുള്ളവർ ഇക്കണ്ട കളി മുഴുവൻ കളിച്ചിട്ട് ലോകം നന്നാവുന്നില്ല. പിന്നെയാ ഇനി കൃഷ്ണൻ ഉണ്ണി. അവന്റെ കാര്യം പോക്കാടാ. കറക്റ്റ്. വലിച്ചു കേറ്റിക്കോ. വലിച്ചു മോന്തിരിക്കണ കണ്ടാ മതി. എനിക്കണ വേണ്ട. വെള്ളം. രണ്ട് വർഷമായി ഞാൻ ഈ ഫോട്ടോ അന്വേഷിച്ച് നടക്കുക.
അത് കണ്ടു. Only in a world of love can we unfold and bloom. ബിജുവിനെ കോൺവെന്റിൽ അയക്കാൻ ഇനി 3-4 ദിവസം കൂടെ ഉള്ളൂ. നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ? That's a fine idea. What is his number? 3184. Hello? Balu studio അല്ലേ? Balu please. ക്യാപ്റ്റൻ ഹിയർ. ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുക്കണമല്ലോ. അതെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഉടനെ പുറപ്പെടുന്നു. താങ്ക് യു. Come on, get ready. ബാലുവിടെ? വിളിക്കാം. രേഖ, look. ഹലോ ബാലു, അല്പം ലേറ്റ് ആയിപ്പോയി. ഹേയ് സാരമില്ല, പോവാ. വരും. ഇതാണ് നമ്മുടെ ഒരു സ്ഥാപനം. നിങ്ങളുടെ സ്റ്റുഡിയോ വളരെ ഡിഫറെന്റ് ആണല്ലോ. ശരി. You are a painter? Yes, with light. എടുക്കാം അല്ലേ? ഇവിടെയാണോ? ഓക്കെ. ഇങ്ങനെ ഇരിക്കാൻ എനിക്കാണോ? ഇരുന്നാ മതി, അതാ അതിന്റെ ഒരു സുഖം. ഒരു സെക്കൻഡ് ഒന്നങ്ങോട്ട് മാറി പ്ലീസ്. മോൻ താണ്ടേ ഇങ്ങനെ ഇരുന്നാ. ഞാൻ കാണിച്ചേ. ഇങ്ങനെ ഇരുന്നാ മതി. കുറച്ച്. ഇവിടെ എത്ര ലൈറ്റ് ഉണ്ടെന്നറിയോ? 3 lights. 1, 2, 3, 4. ഓ, അത് കട്ട് ചെയ്യണമല്ലേ? You don't want that light. Okay. Now how is it? ഒന്ന് ചിരിക്കും. ഒരു സ്മൈൽ. താങ്ക് യു. മേ ഐ കം ഇൻ സാർ? അല്ല, ആരത്? ഉണ്ണി സാറോ? വാ. നീ ഇത് എവിടെയായിരുന്നടാ? കുറെ ദിവസമായിട്ട് നിന്റെ അഡ്രസ് പോലും ഇല്ലല്ലോ. ആ ദാസും ഫിലിപ്പ് ഇന്നും കൂടെ നിന്റെ കാര്യം പറഞ്ഞോളൂ. എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞിട്ട് പോയിക്കൂടെ? തുഷ്ട. വനം കൊള്ളയെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരാഴ്ചയായിട്ട് വയനാട്ടിൽ കിടന്ന് കറങ്ങുമായിരുന്നു. രാത്രി മുഴുവൻ കുത്തിപ്പിടിച്ചിരുന്ന് ഒരു ഉഗ്രം ഫീച്ചർ ഉണ്ടാക്കി. സാധനം കണ്ടപ്പോ പത്രാധിപര് ഹാപ്പി. ഓ, അപ്പൊ കുറെ ചക്രവത്ത് കാണുമല്ലോ. പറയട്ടെ, പക്ഷെ പത്രാധിപരുടെ വക ഒരു നിർദ്ദേശം. ഈ തടിമോഷണത്തിലെ പ്രമാണി പത്രാധിപരുടെ വകയിലൊരു അമ്മാവനാണത്രേ. എന്നിട്ട് പക്ഷെ അയാളാണ് നമ്മുടെ കഥാനായകൻ. ഉറക്ക വളച്ചതും കഷ്ടപ്പെട്ടതും മിച്ചം. വാരാന്ത്യ പതിപ്പിലേക്ക് സിനിമാ താരങ്ങളും വിവാഹ ജീവിതവും എന്നൊരു സാധനവും കഴിച്ച് അതിന് വലിയ കഷ്ടപ്പാട് കേട്ടല്ലോ. അരമന രഹസ്യം, അങ്ങാടി പരസ്യം. ഇത്തരം ചീപ്പ് സാധനങ്ങൾ എഴുതുന്ന സമയത്ത് നിനക്ക് വല്ല വേറെ ജോലിക്കും പോയിക്കൂടെ? എന്നാലേ മഹത്തായ കുറെ കലാസൃഷ്ടികൾ അങ്ങോട്ട് ഏൽപ്പിക്കട്ടെ. പരസ്യപ്പെടുത്താവോ? ശമ്പളം തരാവോ? എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് പറ. കഴിഞ്ഞുകൂടെ ആച്ചാനെ. സ്മാളൊന്നുമില്ലേ ഇവിടെ? സ്മാളും കിളൊന്നുമില്ല. ഇതന്നെ ഷാപ്പ. തമാശകളെ ആച്ചാനെ പറ. സോഡ ഇല്ലേ? പിന്നെ സോഡ. അവിടെ വെള്ളം വരുന്നുണ്ട്, വേണമെങ്കിൽ നക്കേച്ചും പോ. വെള്ളമെങ്കിൽ വെള്ളം. അല്ലാതെ മുഴുവൻ തീർത്തോളല്ലേ? എനിക്ക് വേണ്ടല്ലോ. സ്മാൾ എനിക്ക് വെച്ചേക്കണേ.